ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ട്വിങ്കിൾ ഷാഡോ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ വീട്ടിലിരുന്ന് ബോറടിച്ചു. ചേട്ടൻ ജോലിക്ക് പോയി, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ മോളെ വീട് ഇവിടെ അടുത്തുണ്ട്, അവിടെ വരെ പോകാമെന്ന്. നടന്ന് പോകാനേ ഉള്ളൂ. ഞാനങ്ങനെ നടന്ന് പോയിട്ടില്ല അങ്ങോട്ട്. നടക്കാൻ പൊതുവെ ഞാൻ മടിച്ചാണ്. ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പതുക്കെ അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കുക്കു തൊട്ട് ബാക്കിലുണ്ട്. കുക്കുവിനെ നടത്താൻ പറ്റില്ല, കാരണം അങ്ങോട്ട് ഇനി മെയിൻ റോഡാണ്. ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ കുക്കുവിനെ ഞാൻ എടുക്കണം, അവിടം വരെ എടുത്തുകൊണ്ട് പോകണം. അതൊരു മടിയുള്ള കാര്യമാണ്, അവളെ എടുത്തുകൊണ്ട് അങ്ങ് വരാൻ പോണത്. അയ്യോ, മഴ പെയ്യും. നമ്മൾ തുണി പെറുക്കി വെച്ചില്ലല്ലോ. അന്ന് നിൽക്കാം, അമ്മ ഇതെടുത്ത് അങ്ങോട്ട് സിറ്റോട്ട് വെച്ചിട്ട് വരാം. അപ്പം ഗൈസ്, ഞാൻ വീണ്ടും തിരിച്ച് വരികയാണ്. എന്നാന്ന് വെച്ചാൽ ഞാൻ തുണി എടുക്കാൻ മറന്നുപോയി ഗൈസ്. തുണി എടുത്ത് വെച്ചില്ല. മഴ ഇപ്പോൾ വരാം, അമ്മ തുണി എടുത്ത് വെച്ചിട്ട് വരാം. അപ്പോൾ എങ്ങാനും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തുണി എല്ലാം ഇവിടെ കിടന്ന് നനയും. ചേട്ടൻ വരുമ്പോൾ എനിക്ക് പച്ചത്തെറിയൊക്കെ ഉണ്ടായിട്ട് വരും. അപ്പം ഞാൻ തുണി പറക്കട്ടെ. ഞാൻ തുണി ഒട്ടും ഉണങ്ങിയിട്ടില്ല, കാരണം രാവിലെ തൊട്ട് മഴയായിരുന്നു. അതാ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെറുക്കിതാ സിറ്റൗട്ടിലേക്ക് വെച്ചിട്ട് പോകാം എന്ന് കരുതി. വരെ പാത്തേ, അല്ലെങ്കിൽ തുണിയൊക്കെ പെറുക്കാണ്ട് നീ എവിടെ തണ്ടാൻ പോയതായിരുന്നു എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാനിതൊക്കെ എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല മഴ, കാറ്റ്. ഞങ്ങളവിടെ ചെന്ന് മഴ പെയ്യുമെന്നറിയില്ല. ഒരു കുടയുണ്ട്, ഒരു കുടയേ ഉള്ളൂ. ഞങ്ങൾ നനയാനും സാധ്യതയുണ്ട്. ഫോൺ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടല്ലേ. ഓക്കെ, ഞാൻ ഫോൺ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ കമോൺ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. പാത്തു, കൊടയുണ്ടാ? കൊട. ഓക്കെ, അപ്പോൾ രണ്ടുപേരും കൂടെ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുക. ഞാൻ നടന്ന് അങ്ങോട്ടേക്ക് എത്തണം. കുക്കുവിനാണെങ്കിൽ ഭയങ്കര ആവേശമാണ്, കാരണം അവൾക്ക് കളിക്കാൻ കൂട്ടുണ്ടല്ലോ. എന്താ ഇനി അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഈ വീഡിയോയും എല്ലാം കൂടെ ഇച്ചിരി റിസ്ക് ആയിരിക്കും, കാരണം ഞാൻ കുക്കുവിനെ എടുക്കണം. അവളുടെ കയ്യിലൊരു ജ്യൂസും ഉണ്ട്, ജ്യൂസും കുടിച്ചോണ്ട് അവൾ പോണേ. ഗേറ്റ് തുറന്നാൽ ഞാൻ കുക്കുവിനെ എടുക്കാം, അല്ലെങ്കിൽ ശരിയാവൂല. കുട പിടിച്ചോളൂ. ആ പൈസ പോക്കറ്റിട്ടോ. എന്ത് പേര്? കൂടെ പിടിച്ചോളൂ. ഞാൻ പിടിച്ചോളാം. അപ്പം ഞങ്ങൾ തുറന്നു ഇറങ്ങി. അടയ്ക്കാൻ പറ്റുമോ? കൂടി എന്നാൽ മാറി, ഞാൻ അടയ്ക്കാം. സെറ്റ് അടച്ചു. അപ്പം വരൂ ഗൈസ്, നമുക്ക് പോവാം. വരും ഗൈസ്, ഈ സൈഡിൽ. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ കൈ കഴിക്കാൻ തുടങ്ങും, കാരണം ഫോണും അധികം നേരം ഇങ്ങനെ. ഞാനിപ്പോൾ എനിക്ക് ഷൂ ഇടാൻ പറ്റൂലാത്തതുകൊണ്ട് ഞാൻ മറ്റേ ഫോൺ അധികം നേരം ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ പറ്റുമല്ലോ, അതുകൊണ്ട് എനിക്ക് പറ്റുന്നത്ര ഞാൻ നോക്കാം. ഞാൻ ഓടട്ടെ അമ്മ? ഓക്കെ, ഈ സൈഡ് നടക്കുന്നത് അത്ര സേഫ് അല്ല കേട്ടോ. നമുക്ക് അപ്പുറം വണ്ടി നോക്കിയിട്ട് വാ, അപ്പുറം സൈഡ് കിടക്കാം, അല്ലെങ്കിൽ കാണാൻ പറ്റൂല. വണ്ടി വരുന്നുണ്ടോ? ബസ് വരുന്നുണ്ടോ? അപ്പം എൻ്റെ ബസ് വരുന്നുണ്ട്. ബസ്സിന് പോയാൽ അവിടെ ഇറങ്ങാം, പക്ഷെ ഞങ്ങൾ ബസ്സിന് പോകില്ല. ഏത്
അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇതേ ഒരു ഫ്ലവർ കണ്ടോ, ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണേ. കണ്ടോ, നല്ല അടിപൊളി അടിപൊളി ഒരു ഫ്ലവർ. നമ്മൾ നടന്നു വന്നത് ഇവിടെ നിറയെ നിൽപ്പുണ്ട്. കണ്ടോ, പഞ്ചവർണ്ണം താഴെ കിടക്കുന്ന നോക്കിയില്ല, താഴെ കിടക്കുന്ന പറഞ്ഞ എടുത്തേ. വാവ്, സൂപ്പർ. കാണിച്ചേ നോക്കിയത് എന്ത് പോവാന്നറിയോ? പക്ഷെ കണ്ടിട്ടുണ്ടോ? ഇത് വേറെ ചെടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. വണ്ടി വരുന്നുണ്ട് ഇവിടുന്ന്. അങ്ങോട്ടാ. ഇന്നിവിടെ കല്യാണം ഉണ്ടോ? ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഓഡിറ്റോറിയമാണ് ഗൈസ്. എന്നും ഇവിടെ കല്യാണമാണ്. ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ വിചാരിക്കും അങ്ങ് നൈസായിട്ട് കയറിയാലോ. നീ ഫ്രണ്ടിൽ നടന്നോ, നിന്നെ ക്യാമറയിൽ കിട്ടിക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ ക്യാമറ ശൂന്യമായി, ആരും ഇല്ലാണ്ടായി പോയില്ലേ വീഡിയോയിൽ. ആ ചെമ്പകപ്പൂ, ചെമ്പകമല്ലേ അത്? മാങ്ങ നോക്ക്, മാങ്ങ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാങ്ങയാണ്. ഞാനൊരു സത്യം പറയട്ടെ, വെയിൽ കൊണ്ടിട്ടേ ഈ റോഡിൽ കൂടി ഒരു വണ്ടി പോയി, ഒരു വലിയ കാറ്റടിച്ചു, ഒരു മാങ്ങ വാങ്ങിയിരുന്നു വണ്ടീൻ്റെ. നമ്മളിവിടെ അല്ലേ അന്ന് പ്ലോട്ട് നോക്കാൻ വന്നേ. പക്ഷെ അത് ഞങ്ങളിവിടെ ഒരു സ്ഥലം നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കച്ചവടമായിപ്പോയി, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. നല്ലതായിരുന്നു. അഞ്ചാടി, നീ ഒന്നെങ്കിൽ ആ കുട നിവർത്ത് പിടി, ഇങ്ങോട്ട് പോകണ്ടേ. എന്തിനാ കുപ്പി? നല്ല തണല്. ജ്യൂസ് ഉണ്ടോ? ആ കുടിച്ച് തീർക്കാമോ? എടി ഇനി എന്തേലും നടക്കാനുണ്ട്. ഈശ്വര, ഒരാവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് ഞങ്ങൾ. റോജ ഇങ്ങനെ നടന്നു വരും, കാരണം അവൾക്ക് ശീലമാണ്. കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ റോജയുടെ കൂടെ കൊച്ചിനും വാക്സിൻ കൊടുക്കാൻ, മഞ്ചാടിക്കും വാക്സിൻ ഉണ്ടായിരുന്നു 10 വയസ്സിൽ. അപ്പോൾ ഞങ്ങൾ വാക്സിൻ കൊടുക്കാൻ വേണ്ടി പോയി. ഇവിടുന്ന് അങ്ങ് ഒരു നടപ്പ് നടന്നിട്ട് ഞാൻ ഷൂ ഇട്ടിട്ടാണ് പോയി. എൻ്റെ കാല് പൊട്ടി. അതുകൊണ്ട് ഞാൻ ഇന്നതുകൊണ്ട് ഞാൻ ഷൂ ഇട്ടതേ ഇല്ല. വീട്ടിലിടുന്ന സാധാ ചെരുപ്പിട്ടുണ്ടെങ്കിൽ നടന്നു. അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മുടെ പഴയ ലെതർ ചെരുപ്പ്. നമ്മൾ കാലും പൊട്ടൂല, കയ്യും പൊട്ടൂല. അല്ലേ കുക്കുരു? ഇല്ലേ കുക്കുരു? ഓട്ടോ. ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടോ വഴിയെ പോണ. ഇവിടെ ആൾത്താമസം ഇല്ലാത്താന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഫുള്ള് പൂട്ടിയിട്ടേക്കുന്നു. ചെന്തങ്ങ് കാണണേ കണ്ടോ ഗൈസ്? ചെന്തങ്ങിൽ പൊന്നിളങ്ങിയതിൻ്റെ ഇതൊരു കടയാന്ന് തോന്നല്ലോ. പക്ഷെ അവിടെ അങ്ങനെ സാധനമൊന്നുമില്ല. ആ കടയാണ്. നിനക്ക് നേരത്തെ അറിയില്ലാണ്ട് ട്രാൻസ്ഫോമർ കാണാൻ കണ്ടോ? പണ്ട് ഞാൻ ഇതിൻ്റെ ആ ഒരു സംഭവം കണ്ടോ, അത് കാണുമ്പോഴത്തേക്കിന് മൊബൈൽ ഫോണാണെന്ന് വിചാരിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. സോറി, മൊബൈൽ ഫോണല്ല, ലാൻഡ് ഫോണാണ്. മൊബൈൽ ഫോൺ പോലും ഇല്ല, ലാൻഡ് ഫോൺ. മൊബൈലിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ലാൻഡ് ഫോണാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. എന്താണ് പേര്? കാവുമൂല ശ്രീനാഗ രാജാക്കാവ് കൊച്ചു വെട്ടിക്കോട് ക്ഷേത്ര കവാടം കാറ്റുമുക്ക് ഇളംകുളം താഴം. കണ്ടോ? എനിക്ക് ഈ സ്ഥലം പുതിയതാണ്, അതുകൊണ്ട് എനിക്കിവിടെയൊന്നും അറിയില്ല. ഇത് ഇവിടെ ഒരു കടയുണ്ട്, പക്ഷെ അത് അടച്ചേക്കും. എന്താ താഴെ പോയെ? കുക്കുവിൻ്റെ ജ്യൂസ് പോയാ? ഡാൻസ് ഓഫ് ഡയമണ്ട്. ഓ, എൻ്റെ മുടി കഴിഞ്ഞടി, രക്ഷിക്കടി തന്നെ. പിടിക്കാനോ? അതെല്ലാം ഉണ്ടോ? പിടിച്ചെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചങ്ങ് കുടിച്ച്. നീ കുക്കു ജ്യൂസ് ചോദിച്ചാൽ എന്തായി? എവിടെ? പഞ്ഞിക്കായ. ഇതൊക്കെ ചെറിയ ചെറിയ കടകളാണെന്ന് തോന്നുന്നല്ലേ?
പക്ഷെ അടച്ചേക്കാം. ഇത് ഇവിടെ ഉണ്ടല്ലോ തേക്ക് കണ്ടോ, ജീവിതത്തരം പുഴു കയറുന്നുണ്ടോ. ഇവിടെ ഇനി എന്തേലും നടക്കാനുണ്ട് മഞ്ച. അയ്യോ എൻ്റെ അമ്മേ, ഞാൻ അടുത്ത് കുക്കും കയ്യിലിരിക്കുന്നു. എന്തോ വഴി മെയിൻ റോഡായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കുക്കുരുവിനെ ഇറക്കി നടത്തിക്കായിരുന്നു. എന്തോ പിച്ചു ഇതാ കളവാവേ അത്. അടാണെന്നും അല്ലത്. നമ്മുടെ അവിടെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ആ എൻ്റെ കൈ എൻ്റെ കൈ എൻ്റെ കൈ. കുക്കു നീ നടന്നോ കേട്ടോ കുക്കു. ദേ ഇവിടുന്ന് 2 പട്ടി ദേ കണ്ടോ. ഇവിടെ പട്ടികളുടെ ഭയങ്കര ശല്യം കേട്ടോ. അയ്യോ ദേ വരുന്നു മഞ്ചാ. മഞ്ചാടി കുട വെച്ച് പേടിപ്പിച്ച് വാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഓടി. ഇതേ വേറെ ബസ് വരുന്നുള്ളൂ. ഇതേതാ? ശ്രീ വിജയോ മിന്നൽ എന്തോ എന്തോ ശ്രീ വിജയം പോണു. ഇതേ അടുത്ത പട്ടി ഞാൻ പറഞ്ഞേ. ഇവിടെ വെച്ചല്ലേ നമ്മൾ ആ പട്ടി നമ്മുടെ വണ്ടിയുടെ ഇവിടെ അവിടെ വെച്ചായിരുന്നു. അവിടെ പൊതുവെ പട്ടികളുടെ ശല്യം ഉണ്ട്. ഇവിടെ മൊത്തത്തിലുണ്ട്. അത് വേറെ നമ്മളിതാണ്ട് ആ വൈറ്റ് ഇതാ ബസ് കിടക്കുന്നുണ്ടോ, അവിടെ വരെ നടന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ എത്താറായി. പിന്നെ അതല്ല, റോജർ വീട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്രയും കൂടെ ഉള്ള അവിടെ എത്തണം നമ്മൾ. അവിടെ എത്തിയിട്ട് നെല്ലിമരം എന്തോ മോനെ. ഇന്ന് പപ്പ വരും വഴക്ക് പറയാം. നിനക്കൊക്കെ എന്തിൻ്റെ ഭ്രാന്തായിരുന്നു ഈ നടന്ന് പോകാമെന്ന് ചോദിക്കും. ശരിയാണ്, ഭയങ്കര നടക്കാൻ മടിയുള്ള ആളാണ് ഞാൻ. അന്ന് കാലും പൊട്ടി വീട്ടിൽ വന്നപ്പോഴേ എന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോകണ്ട, ഞാൻ കേൾക്കാണ്ടങ്ങ് പോയി. ചക്കോ അതേ പട്ടി ആ വണ്ടിയുടെ ചവിട്ടി. എനിക്ക് വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടാവും. അവിടെ പോയി അഞ്ചാടി പട്ടി വരുന്നു. അതേ ഷോ വേണ്ട കേട്ടോ, മറ്റേ പട്ടിയെ പോലെ ആവണമെന്നില്ല ഇത്. നമ്മൾ നേരെ നടക്കാൻ വേണ്ടടി വരുന്നടി. ഈ ഷൂന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതെ അവിടെ വന്ന സ്റ്റോപ്പായി. ആശ പെൺപട്ടിയാ. ബേബീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉണ്ടാവായിരിക്കും, നല്ല ഉണ്ട്. ഓ കൈ കഴിച്ച് കുക്കുരു. അപ്പം എന്താ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് നടന്നു അങ്ങോട്ട് കയറി. ഇനിയും കുറച്ചും കൂടെ ഉള്ളൂ. ബാ ഇന്ന് 2 കൂടെ നടന്ന് അവിടെ എത്തുമെന്നോ. പോ 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 നോക്കി പോണേ. പാത്തു വീഴല്ലേ. പാത്തുന് എപ്പോഴും വീഴ്ച. രാവിലെ പാത്തൊരു വീഴ്. മഞ്ചാടി ഓടരുത്, കൊച്ചു വീഴും. രാവിലെ വീണിട്ട് അതിൻ്റെ വയറ്റിൽ തൊലി പോയിരിക്കുകയാണ്. കുക്കുന് നടക്കടി. നോ 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 വേണ്ട. ഓ പിള്ളേരെ ഓടണ്ട, പതുക്കെ പോയാൽ മതി. കുക്കുരുവിന് അവിടെ പോയി. കുക്കുരു കുക്കുരു അങ്ങോട്ട് നടക്കും. കുക്കുരു അങ്ങോട്ട്. ഓ ഓ ഓ ഓ ഓ വീഴല്ലേ, പതുക്കെ. അമ്മ എടുക്കണോ? അമ്മ എടുക്കണോ? മഞ്ച കുഞ്ഞിനെ കൂടെ കൈപ്പിടി. കൂടെ ചൂടിക്കവളായി. നീ എന്നാ ചേച്ചി അടി നീ വേണ്ട. പാത്തെന്തി അമ്മ കൈ പിടിക്കാൻ വാ. ഭയങ്കര വെയില്. അമ്മ കൈ പിടിക്കാൻ വാ. അയ്യോ ഇതേ പട്ടികളുടെ ഭയങ്കര ബഹളം ഓടി. അയ്യോ നമ്മളെ കടിക്കുമോ? കറക്റ്റ് റോജിലൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്. മുടി കുക്ക് പിടിച്ച് വലിച്ചോ അത്. ആ എന്തോ ഞങ്ങളുടെ പട്ടിയുടെ സമ്മേളനമാണ്. എവിടെ നേരം ഒരു പട്ടി എടുത്തു.
അപ്പം ഗൈസ് ഞങ്ങളാണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത് എത്തി. വീടിൻ്റെ അടുത്ത് ഒരു മരം നോക്കി, യമണ്ടൻ ഒരു മരം. എന്ത് മരമാണോ ഇത്? റബ്ബർ. ഈ നിൽക്കുന്ന ചക്കുനെ വിളിക്കുന്നേക്കോ? ഇതാ ഒന്ന് പോയടി മഞ്ചാടി, വാ ഇങ്ങോട്ട്. നല്ല കാറ്റ്. വാ, മരങ്ങൾ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് കണ്ടോ. മരങ്ങൾ നിൽക്കുന്നുണ്ട്, നല്ല കാറ്റ്. ഇതേ അവിടെ പട്ടി. ഇതേ വണ്ടി വരുന്നു, സൈഡ് ചേർന്ന് നടക്കും. വണ്ടി വണ്ടി ഇതേ അമ്മ പിടിക്കുന്നത്. വണ്ടി വരുന്നു. യെസ്, വടിയാ കൊടുക്കും മഞ്ചാടി. വടി അവിടെ പട്ടിയുണ്ട് കേട്ടോ. ഇത് എവിടെ ഉണ്ട്? മഞ്ച ഒരു കല്ലെടുത്ത് കൈ പിടിച്ചേ. ഇതിലെ പോകണമെങ്കിൽ ശരിക്കും നമ്മൾ കല്ലോ കമ്പോ മാരകായുധങ്ങളൊക്കെ ആയിട്ട് പോകണം. അതുപോലെ പട്ടിയുടെ ശല്യം. ഇതിവിടെ ചെറുത് പറഞ്ഞ് നിൽക്കുന്നുണ്ടോ? അത് പേടിക്കണ്ടത്. എരി കൊടുക്ക. എന്നാ കൊടുക്കാൻ നീ കരയുന്നേ? വടി ഒരെണ്ണം കൂട്. എന്നാ വടി. എന്നാ മനെ വടി. ഇത് വേണ്ടേ? അപ്പം മഞ്ചാടി വേറെ എന്തോ ഉണ്ട്. നിൽക്കവിടെ കൂട്. പിന്നെ എന്തിനാ അവൾ വഴക്കുണ്ടാക്കുന്നേ? എന്നാ അമ്മ വേറെ വടി തരാം. എന്നാ കുഞ്ഞിന് വടി. നാടെ വലിയൊരു വടി. ഇതേ 2 പട്ടിയിരിക്കുന്നു. 2 ബോബു. ഫ്ലവർ ഉണ്ടാക്കാൻ നല്ല ഭംഗിയില്ല. റെഡ് നല്ല രസമുണ്ട്. ചെമ്പരത്തി കേട്ടോ, ചെറിയ സൈസ്. ഞാനിപ്പോഴും അത് കാണും. ചെറിയ ചെമ്പരത്തി. നമ്മളിപ്പം വരുവാൻ റോജ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇവ എന്തിനാ എപ്പോഴും ഗേറ്റ് ഇങ്ങനെ തുറന്നിരുന്നേ? എന്തിനാ ഗേറ്റ് പണിന്ന് വെച്ചേക്കണേ? ഈ പട്ടിയെല്ലാം കയറൂലേ? ആരും കയറാണ്ടിരിക്കാനാ ഗേറ്റ് പണി. അപ്പോൾ അതാ തുറന്നിട്ടിരിക്കുന്നു. ഇവിടെ കശുവണ്ടിയുണ്ട്. ഇതാണ് ഇങ്ങനെ കിടക്കണം. കശുമാമ്പഴം. കൊതുക്. അതിൻ്റെ മരം. പാത്തുമ്മ കയറുക. ഉണ്ടോ? കഴിഞ്ഞു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, തീരാറായി. പറിച്ചാന്ന് തോന്നുന്നു. പാത്തുട്ടാ വെള്ളം ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലെത്തി. മഴ പെയ്തിട്ട് ഫ്രണ്ടിലെല്ലാം വെള്ളം. ഇതേ കയറുക. കയറി ഇങ്ങോട്ട് വാ പാത്തു. ഇവിടെ ആരും ഇല്ല ഈശ്വര. എന്തോ ചെയ്യുന്ന? ആ കഴിക്കുവാണോ? ഇതാണ് ഗൈസ് റോജ. ഇതാണ് റോജയുടെ ഇളയ പുത്രി. അവിടെ മറ്റേ വീഡിയോ എടുത്തോണ്ട് വരുവാ ഞാൻ. ഇതാണ് കുക്കു, എൻ്റെ മോള്. അയ്യോ, നീ എന്തിപ്പോ ചോറ് കഴിക്കുന്നേ? ലൈവ് കഴിഞ്ഞിട്ടാ? നന്നായി. ആ, ലൈവ് ഇട്ടിട്ട് ഫുഡ് പോലും കഴിക്കാൻ സമയമില്ലാണ്ട് ഇരുന്ന് പാവം ചോറ് കഴിക്കുന്നു. അയ്യോ, അതൊപ്പം എണീറ്റ് ആണോ? അയ്യോ, അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. ഇത് ഇവിടെ ആയിട്ട് ഒരഞ്ഞിരിക്കുകയാണ്. ആണേ, ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞ് ഞങ്ങൾ ഉറങ്ങിപ്പോയി. അത് അത്ര കാണത്തില്ല. ഇവിടെയാണ് കൂടുതൽ. ഈ ഭാഗം ഉടുപ്പിട്ട് കൊടുത്ത് ചോദിച്ചു വേദന ഉണ്ടോ? ഒന്നും ഇല്ലെന്ന്. ഇങ്ങോട്ട് പോരാന്നാന്ന് മനസ്സിലായി. എന്റെ ഫേസ് മാത്രമല്ലേ, താഴേക്ക് എടുത്തില്ലേ? ഈ ചട്ടിക്കകത്ത് ചോറും ഉണ്ടോ? ചക്ക ആണ് കണ്ടത്. ഇങ്ങനത്തെ വീഡിയോ നമ്മള് സാധാ വീഡിയോ എടുത്ത് നോക്കണം അല്ലേ? ഞാൻ ചുമ്മാ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ഓടിയാ ഓടട്ടെന്ന് വെച്ചു. ആ, ഞാൻ പറഞ്ഞ എടുത്ത വീഡിയോ ഇടുന്നു. അല്ല, നമ്മളെ വീഡിയോ, നമ്മളെ ക്യാമറയുടെ വീഡിയോ അതെടുത്തിട്ടല്ലേ ചെയ്യുന്നത്. എനിക്ക് സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലേ ഫോണിലാ? എന്തേലൊക്കെ ഡിലീറ്റ് ആക്കളാ. എന്തേലും ഡിലീറ്റ് ആക്ക്. അപ്പം നമ്മൾ റോജയുടെ വീട്ടിലെത്തി. ഇതെന്നാ അടി? ഇതാണ് ഞെട്ടാഞ്ഞടിയാ? ഓ, ഇത് ഗോൾഡൻ ബെറി. ആ, ഇതാ ബിവിൻ വീട്ടിൽ നട്ട് വെച്ചേക്കണേ പറഞ്ഞേ. ഇത് തന്നെ ഉണ്ടായത് നിങ്ങൾ നട്ടാണോ? വാ, ഇതിൻ്റെ ഒരെണ്ണം കൊണ്ടുപോകണം. ഇത് ഗൈസ്, ഗോൾഡൻ ബെറി. ഇതാണ് സാധനം, ഞൊട്ടാഞ്ഞടിയൻ.
ഞാൻ ആദ്യം മുളകാ. അവൻ അനിയൻ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് മുളകായിരിക്കും ഉണ്ടമുളക്. പക്ഷെ അല്ല, ഇതാണ് ഗൈസ് ഞൊട്ടാഞ്ഞൊടി. ആ, ഗോൾഡൻ ബെറി. കൊള്ളാം, നിറയെ ഉണ്ടല്ലോ. പഴുത്ത് കഴിയുമ്പം കൊണ്ടുവരണേ. ഇത് തന്നെ ഇരുന്ന് തിന്ന് തീർക്കരുത്. പഴുത്തു അതിന്. ആ, അതായല്ലേ. ഇതെന്താ ഹാർട്ടിനെന്തോ ഇത് എന്തോ എന്നാ എന്തോ അതിന് അവരൊക്കെ കാശ് കൊടുത്താൽ മേടിച്ചു വെച്ചേക്കുന്നത്. വേണ്ടി ഇതൊന്നും ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഓരോ ഗുണങ്ങൾ അത്രേ ഉള്ളൂ. ആ, നമ്മുടെ തക്കാളിയുടെ ഒരു ഇതാണ്. റോജയുടെ എന്നും ചീര കറി വെക്കുന്ന സാധനം. എന്ത് ചീര? ഇതെന്ത് ചീര? സാമ്പാർ ചീര. ആ, ഇവിടെ എന്നും ഉണ്ട് ഈ സാധനം. ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ചീരയാണെന്ന് പറഞ്ഞ് ഇതൊക്കെ വെട്ടി കണ്ടിച്ച് കറി വെച്ചിരും. ഓ, ചെറുപ്പിടാൻ കറിവേപ്പില എന്തി? ആ, നീ നട്ടു വെച്ചാണോ? ഓ, ഞാൻ ചെരുപ്പ് അപ്പുറം ഇട്ടിട്ട് വന്നല്ലോ. കറിവേപ്പില കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഗൈസ്, ഇതാണ് കറിവേപ്പില. ഡ്രാഗൺ. അതെ, പിടിച്ചോ? എന്നാ അവിടെ നട്ടു വെച്ചാൽ അങ്ങോട്ട് കിളിർക്കുന്നില്ലെന്നേ. ആ, അതിനവിടെ തണലൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും. ആ, അത് നന്നായിട്ട് കിളുത്തല്ലേ. ആ, ഞാൻ കണ്ട് നോക്ക് ഗൈസ് എൻ്റെ ഡ്രാഗണിൻ്റെ അവസ്ഥ. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്കും ഇതും വെട്ടിക്കൊണ്ട് പോരുന്നു. അതിൽ 2 തണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്, അത് കിളുത്ത് വരുന്നുണ്ട്. വേണ്ടേ, ഇത് കാടിനകത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ പുല്ല് പറിച്ചു. അതല്ല, അത് ഇവിടെ ഒത്തിരി നിൽപ്പുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം നിൽക്കണം. ഇത് കണ്ടില്ലായിരുന്നു. അത് ഞാൻ കണ്ടില്ലായിരുന്നു. നമുക്ക് പോകുമ്പോൾ ഒരെണ്ണം കൂടെ പൊക്കാപ്പം. ഓ, ചെരുപ്പില്ലാണ്ട് ഇറങ്ങിയിട്ട് എനിക്കാണെങ്കിൽ വന്ന അലർജി ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല. കാലൊക്കെ മാതിരി ആ ചൊറിയുന്നു. മഴ പെയ്തുകൊണ്ട് മൊത്തം പുല്ലും കാടും കിളത്തത്. കുക്കോ ആത്ത് കയറേ, കുക്കോ ആത്ത് കയറേ. എന്താ വെള്ളത്തിൽ കളി തുടങ്ങി. അയ്യോ, മീനാ? നമ്മൾ മീൻ കണ്ടിട്ടില്ല. മീൻ കണ്ടിട്ടില്ല. ആറ് മീൻ കാണിച്ചു കൊടുക്കട്ടെ. മീൻ കാണണമെങ്കിൽ കണ്ടോളൂ. കാണാൻ പറ്റുമല്ലേ? ഗപ്പിയാണ്, ഗപ്പി. പൊടിയതിനകത്തോട് ഓടി നടക്കുന്നുണ്ട്. അങ്ങനൊന്നും കാണാൻ പറ്റില്ല. വെള്ളത്തിന്റെ അതെ സൈഡിൽ കൂടെ കാണാം. ഇങ്ങനെ ഫോൺ വെച്ച് കാണിച്ചാൽ മതി അമ്മേ, കാണാം. പായൽ കണ്ടോ? സൂപ്പർ പായൽ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പായലെടുത്തായിരുന്നു. നമുക്ക് ഫിഷ് ടാങ്കിൽ ഇടാൻ. ഞങ്ങൾ പഴയ ഫ്രിഡ്ജ് ഫിഷ് ടാങ്ക് ആക്കി. അപ്പം അതിലിടാൻ ഇവിടുന്ന് 2 പായലും കുറച്ച് അസോള എടുത്തിട്ടുണ്ടായിരുന്നു. കുക്കു കയറുമോ? കുക്കുവിന് കയറ്റിയ വള, അല്ലെങ്കിൽ കുക്കുവിന് നേരത്തെ പോലെ വയറോ വരെ അതൊന്ന് വീണിട്ട്. ഫോൺ എടുത്തതേ ഇങ്ങനെ കാണിക്കപ്പ കാണാൻ പറ്റും. അങ്ങനെ ഞാനത് ചെരുപ്പിട്ടിട്ടില്ല, അതെനിക്ക് ഇറങ്ങാൻ മാറി. അതെ കൈസ് കണ്ടോ, ഒരുത്തിന് ഓടി നടക്കുന്നുണ്ടോ? ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാ ശരിക്കും കാണാം. കണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. 2 എന്തോ പാലവിടെ വന്നു കിട്ടി. ഞാൻ അകത്ത് കയറിക്കാം എല്ലാവരും. എല്ലാവരും അകത്ത് കയറ. വീട് അല്ലേ? ഈ മതിലൊക്കെ ഈ അടുത്തിടെ പണിതേ ഉള്ളൂ കേട്ടോ.
ഇതാണ് അമ്പലം, തൊട്ടടുത്താണ്. ഇവർ നേരത്തെ ഇതിലാണ് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ മതിലാണ് കിട്ടിയ. അതുകൊണ്ട് ഇപ്പം ആ വഴി കൂടെ വരണം, അതിലെ ചുറ്റി. അതല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകായിരുന്നു. ഇവരങ്ങനെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത് ഉണ്ടോ. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത അമ്പലമുണ്ട്, ഓടിപ്പോവാം. ശക്തിസ്വരൂപിണി ശരണമമ്മേ ശ്രീചക്രവാസിനി ശങ്കരി ശാംഭവി ഈ കാവി വാഴുന്ന മഹേശ്വരി അമ്മേ. ഞാൻ അവിടെ പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. അപ്പം കണ്ടില്ലേ, നമുക്ക് പോയാലോ ഗൈസ്? എന്താ എഴുതിയേക്കുന്നേ? പാരിക്കൽ. ഗ്രൗണ്ടെല്ലാം കാട് പിടിച്ച് ഈ മഴ 2 മഴ പെയ്ത് അപ്പോഴേക്കും ഫുള്ള് കാട് പിടിച്ച്. ഞാൻ തിരിച്ചെത്തി. ഞാനിതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ അമ്പലത്തിൽ. ഇവരിടയ്ക്ക് പോകും. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന പായസം കഴിക്കും, അതിനൊരു ബുദ്ധിമുട്ടില്ല. നാല് മണിയായി. കുരുക്കുകളൊക്കെ നാളെ നൂഡിൽസൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പം എല്ലാത്തിനും വീടിൻ്റെ വശത്താണ്. ഇപ്പോൾ ഓരോ ചപ്പാത്തി വിട്ട് കയ്യിലും കൊടുത്ത് അതും കടിച്ച് പറിച്ച് കഴിച്ചിരിക്കുന്നു. അതിലൊന്ന് ഞാനും നൈസായിട്ട് കടിച്ച് മാറ്റി. വേറെ 2 ഞങ്ങൾ അപ്പുറം വീഡിയോ ചെയ്യുന്നു തകർത്ത്. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഭയങ്കര പട്ടിശല്യം വന്നതേ. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഇവിടെയാണിത് പ്രസവിച്ച് കിടന്നത്. കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി. പാത്തുവിന് കൊടുത്ത ചപ്പാത്തി ഇത് ഇവിടെ പറിച്ച് കീറിയിട്ടേക്കും. പാത്തുവേ, പാത്തു എന്തേ മഞ്ച? മഞ്ച പാത്തോടെ? ഇവിടെ ഉണ്ടോ? വേടി കള്ളി അനങ്ങാതിരുന്ന് എന്താ കുരുത്തക്കേട് ഒപ്പിക്കാം. കാർട്ടൂൺ കാണുമല്ലോ. കുരുപ്പുകൾ കാർട്ടൂൺ കാണാം. എന്തേ കാർട്ടൂണിൻ്റെ പേര്? ഓ, ആശാന്ത ബേറ. എപ്പോൾ 2 മണിയായപ്പോൾ ഞാനിവിടെ വന്നതാണ് ഗൈസ്. ഇപ്പോൾ സമയം എന്താ പറയുക, 6 മണി. ഇത് അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടു. ഇവിടെ ഒരാൾ വിളക്ക് വരാൻ തേക്കാൻ തുടങ്ങി. ഇവിടെ എന്നെ കൂടാതെ വേറെ ആൾക്കാരും ഇവിടെ സെലിബ്രിറ്റിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പറയൂല്ല, ഞാൻ പറയും. സബീനപ്പൊടി ഇട്ടാണ് വിളക്ക് കഴുകുന്നതെന്ന്. കാണിച്ചു തരാം. പാത്ത് പോയി നോക്കി നിൽക്കുകയല്ലേ ചൂട്ടി റോജ വിളക്ക് കഴിക്കുന്നത്. പാത്ത് എടുക്കല്ലേ.
ഇവിടെ കൊണ്ടുപോടും. വെള്ളം എടുത്തോണ്ട് വരാം. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നീക്കാം. കൊണ്ടു കൊടുക്ക്. ഹെൽപ്പർ അങ്ങോട്ട് പോയി. ഇവിടെ 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 കൊണ്ടുപോടെ. താറ്റോ ചേച്ചി കൊണ്ടുപോടെ. ഇതാ താടെ കണ്ണാ കൊണ്ടുപോടാ. വേണ്ടാണ്ടാടെ കൊണ്ടുപോട്. നല്ല കുട്ടി തായോ, നല്ല കൊച്ച്. ഇതിനെന്താ പറയാന്ന് അറിയാലേ. എന്താ പറയാ? ഇതാണ് കിണ്ടി. എല്ലാവർക്കും അറിയാട്ടോ, എല്ലാവരും ഞാൻ പറയുക. കിണ്ടി 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 കഴുകി കളിച്ച രസം. കിണ്ടി കഴിയുന്ന കളിച്ചില്ലെങ്കിൽ കണ്ടു. പാത്തു അവിടെ മാറ്. കുക്കു മാറ്. ബാ ഇത്ര വാ. അയ്യോ ഇതെല്ലാരും കൂടെ എത്ര പേരാണല്ലോ. കാണുന്നില്ല. നീ അങ്ങോട്ട് എടുത്തോ, കുഴപ്പമില്ല. ഒന്ന് മാറാതെ ദേഷ്യം പിടിപ്പിക്കേ. ഞാൻ ഇത് എത്തിയോണ്ടോ ഇത്. പാത്തു മാറി. പാത്തു ബാ ചേച്ചി വീഡിയോ എടുക്കട്ടെ. ഒരു കുട്ടിയുടെ ധീരരോധനമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. വിളക്കിന് മുറി വൃത്തിയാക്കാതെ പൂജാമുറി വൃത്തിയാക്കാൻ പോവാണ്. പാത്തങ്ങ് വാ. ബാ ബാ കൊതു കടിക്കും. വാ. വിളക്ക് കഴുകി ചെമ്പരത്തിപ്പൂ വെച്ചു. ഇനി അവൾ പൂജാമുറി വൃത്തിയാക്കാൻ പോകണം. പോ ബാ. അമ്മ വേറെ വേറെ ഇല്ലല്ലേ. ബാ എങ്ങും ബാ. അപ്പുറം പോകാം. ബാ പൂജാമുറി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. ഓക്കെ സെറ്റ്. പൂജാമുറിയൊക്കെ നല്ല സൂപ്പറാക്കി. ഇനി ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ പോവാണ്. പാത്ത് തലയ്ക്കലുണ്ടല്ലോ. ഇങ്ങോട്ട് മാറി വെക്കുവേ. അല്ല എന്തിനാ അങ്ങനെ വയ്ക്കുന്നു? കൊള്ളാവോ? കത്തിക്കാവേ. നിങ്ങൾ എന്തല്ലേ ഉപയോഗിക്കാതെ? നിങ്ങൾ വെള്ളം പാത്രത്തില്ല കേട്ടോ. കമന്റ് ചെയ്യണേ. മതി. നമുക്ക് വിളക്ക് തിരിച്ചിടാവേ. നിങ്ങൾ എത്ര തിരിച്ചിലിടേ? ഞങ്ങൾ 2 തിരിച്ചിലിടും കേട്ടോ. 2 തിരിച്ചില്ല. ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും. ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറും. ഇടയ്ക്ക് തോന്നും. നിങ്ങൾ എത്ര തിരി? 3 തിരി ഇടും കേട്ടോ. 3 തിരി മതിയാ? മതി. വിളക്കൊരുക്കി കഴിഞ്ഞോട്ടോ. ഇനി കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് വിളക്കെത്തിക്കാവേ. ഇനി ഫിനിഷിങ് എടുത്തോ.
ഓക്കെ സെറ്റ്. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിക്കും. ഇത് നടക്കാൻ കുഴപ്പമില്ല, നീ എടുത്തോ. ഒരു ഭയം ഇപ്പോഴത്തെ റോജ കുളി കഴിഞ്ഞ് വന്നു. ഇനിയിപ്പം കുളി കഴിഞ്ഞ് വന്നു കേട്ടാ. അപ്പം ഇനി വിളക്ക് കത്തിക്കാൻ പോവാണ് ഗൈസ്. വിളക്ക് കത്തിക്കാൻ പോവാണ്. എത്ര പേരാ ഒരാളുടെ പുറകെ ക്യാമറ ആയിട്ട് എന്തോ പിന്നെ പിടിച്ചേ. നമ്മൾ ആദ്യം ഒന്ന് കത്തിച്ചിട്ട് നമ്മൾ പുറത്ത് കളയാറുണ്ട്. താക്കോലോ എന്തി? ആ ഇതേ താക്കോൽ. അത് മാറ്. എല്ലാം അവിടെ പോയി തറ അവിടെ വെച്ചേ. പാത്തേക്ക് മാറി പിടി നീ പിടി. ചേച്ചി വിളിക്കുന്നു, ചേച്ചി വിളിക്കുന്നു, നോക്കൂ. ചേച്ചി വിളിക്കുന്നു. അത് ചേച്ചി എടുത്ത് പോയേ. ദീപം ദീപം ദീപം. അയ്യോ അയ്യോ, എന്റെ ദൈവമേ, ഇവിടെ അടിയാണോ? ഇന്നിവിടുന്ന് ദൈവങ്ങളും കൂടെ ഇറങ്ങി ഓടും. അമ്മാതിരി വിളക്ക് കത്തിക്കല്ലോ. ഇന്നത്തെ ആദ്യമാണ് ചന്ദനത്തിരി കത്തിക്കൽ. ഫുള്ളായിട്ട് എടുക്കും. അല്ലാതെ കത്തിക്കാതോ? അല്ലാതെ കത്തിക്കും. അത് പറഞ്ഞിട്ട് കേൾക്കല്ല. അത് ചന്ദനത്തിരി കത്തിക്കണം. മന്ത്രം പറ. പ്രാർത്ഥിച്ചേ. ദീപം ദീപം പറ. ഓം സർവമംഗളമംഗലി സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ലൈറ്റ് എങ്ങിട്ടാണ്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഞാൻ കുത്തി വെച്ചേ. ഓ പിള്ളേർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. കുത്തി വെച്ചോ? ഓക്കെ. ആടി കള്ളി. ഓക്കെ കഴിഞ്ഞു പോരെ. പിള്ളേർ സമ്മതിക്കുന്നില്ല. പുറത്തു വാ. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആൾ വന്നു. ഇങ്ങോട്ട് നടന്നു വന്നു. അപ്പോൾ തിരിച്ച് നടക്കാനുള്ള മടിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നു. ഇനി ഞങ്ങൾ ഈ കൂട്ടത്തിൽ അങ്ങ് കയറി പോകും. പോവാം. പാത്തുതേ പപ്പ വന്ന് വാ. അയ്യോ ശരിയാണല്ലോ. ഒന്നാമത് ഫുള്ള് വീഴ്ച. വരാം. വിശക്കുന്നോ? ഞങ്ങളപ്പം പോകാൻ ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഇവർ ഞങ്ങളെ വിടുന്നില്ല. ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് നിർബന്ധിക്കുകയാണ്. നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തുക ബലമായിട്ട്. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വിടുന്നില്ല. അതുകൊണ്ട് അകത്ത് കയറിയതിന് ചായ കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച് ഞങ്ങൾ. ഗുളി കിട്ടിയോ? അതും കൈയോടെ എടുക്കുക ചേട്ടാ. ഞാൻ 2 ഗുളിക തിന്നോട്ടെ. എനിക്കാണെങ്കിൽ ചൊറിഞ്ഞാൽ നടക്കുക. ഇവിടെ കാണിക്കരുത്. പോക്ക് ചോദിച്ചു ഇങ്ങനെ കയറിയിട്ട് എടുത്താൽ മതി. ഇത് ചോക്ലേറ്റ്. എല്ലാവരും ചോക്ലേറ്റ് തിന്ന്. ഇവിടെ വലിയ പിള്ളേർക്ക് ആരും ചോക്ലേറ്റ് ആവുന്നില്ല. ഇതാണ് റോജയുടെ ഹസ്ബൻഡ് ബിജു. കയറിപ്പോ. ഇപ്പോൾ എല്ലാം കയറിക്കോ. മിച്ചറാണെങ്കിൽ ഇന്ന് ഞാൻ പറയാം. മിച്ചറാണെങ്കിൽ ഇന്ന് പറയാം. ഓ ചൊറിഞ്ഞു മാറി. ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. മറന്നു പോകാനല്ലോ ഗ്യാസ്.
ഒതാണിത് വെക്കാനോ? ഇവിടെ നന്നായിട്ട് ചോറ്. ബാ 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 ഗുളിക തുറക്കല്ലേ പാത്തു. അയ്യോ എൻ്റെ പൊന്നു മുത്തേ, അത് എങ്ങനെ കിട്ടിയതാണെന്നറിയോ നിനക്ക്? അതില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകെ. എൻ്റെ അലർജിയുടെ ഗുളികയത്. ടാറ്റ കൊടുത്തേ. ടാറ്റാ. ഇതെന്താ ബോഡി ഷോയോ? ഗേറ്റ് തുറന്നേക്കാണോ? ആ അതെ അതെ. ടാറ്റ കൊടുത്തവർ. ടാറ്റ കൊടു. ടാറ്റ. കാറ്റ് ഇരുന്ന് ഇരിക്കട്ടോ, അമ്മ കയറിട്ട്. ഗുളിക എൻ്റെ ഇവളുടെ കയ്യിലാ. പാത്ത് ഗുളിക ഇങ്ങിതാ. ആ കിട്ടി വണ്ടിക്കകത്തുണ്ട്. അമ്മ കയറട്ടെ? ചോണേ. ആ ചവിട്ട. അയ്യോ ഈശ്വര. നിങ്ങൾ പോട്ടെ. ടാറ്റാ. സന്ധ്യയായി. ഈയൊരു കാണാൻ കണ്ടോളൂ. ഈയാണ് ഈച്ചയാണ് ചേട്ടാ. ഇറങ്ങി ഗേറ്റ് തുറക്കുന്നതായിരിക്കും. എല്ലാവരും ഗേറ്റ് ഓപ്പൺ. ലൈറ്റ് എല്ലാം ഓപ്പൺ. താക്കോലുണ്ട് പോക്കറ്റുണ്ട്. പൂട്ടട്ടെ? മഞ്ചങ്ങ് പൂട്ടിയാലെന്നാ വെട്ടം ഉണ്ടാവും. കയ്യിലെന്തുവാ അല്ലെങ്കിതാ?
വഴിയിലാ ആരത് പോടെ പുല്ല് കിടത്തേക്കുന്നല്ലേ എടി ഞാൻ ഇറങ്ങണോ എന്നാ പറഞ്ഞൂടെ മഞ്ചാരി നിന്നൊക്കെ പാത്തിനെ പിടിച്ചോണേ നീ എന്ത് ചെയ്യുന്നേ വിട്ടേ ഇവിടെ കേറ് കേറ് ആ ഞാൻ കേട്ടെ ചവിട്ടട്ടെ സൈഡ് തിരിഞ്ഞായിരിക്കുന്നു ഓക്കെ പൊയ്ക്കും ആ പൊയ്ക്കും ഓക്കെ സെറ്റ് നമ്മളെത്തി വീട്ടിലെത്തി ഇങ്ങനെ തുറന്ന് അകത്ത് ബാ ബാ ബാത്തു അമ്പമ്പോ അപ്പോൾ ഓക്കെ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി ഇനിയിപ്പോൾ കുറേ പരിപാടികളുണ്ട് ഫോണിൽ ചാർജില്ല